ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് പഴയ കൂട്ടുകാരും ഇപ്പോഴത്തെ ബിസിനസ് ശത്രുക്കളും ഒക്കെയാ. അവര് തമ്മിൽ പരസ്പരം വാക്ക് തർക്കമൊക്കെ ഉണ്ടാവും. ചിലപ്പോ പരസ്പരം പടവെട്ടിയെന്നും വരാം. പക്ഷേ നമ്മൾ മക്കൾ അതിൽ ഇടപെടാൻ പാടില്ല. മാറിയിക്കണം അങ്ങോട്ട്. എന്റെ കുടുംബത്തിൽ കയറി വന്നിട്ട് നീക്കി വർത്താനം പറയുന്നതെന്ന് ഓർക്കണം. ഇതിപ്പോ ഇവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ ഇനി നീ വിളച്ചില് കാണിച്ച നിന്റെയൊക്കെ ബെഡ്റൂമിൽ കയറി ശിവൻ അടയിരിക്കും. കാണണോ നിനക്ക്? ആ കാണണം, കാണിക്കണം നീ. എങ്കിൽ നീ ആണാണെന്ന് ഞാൻ പറയും. ആന്റണി വേണ്ടടാ, വിട്ടേരെ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവൻ പറയട്ടെ. അതിനാണല്ലോ പടപ്പുറപ്പാടുമായിട്ട് ഇവിടേക്ക് വന്നേക്കുന്നത്. പറയടാ മഹേന്ദ്ര, മാണിക്കോത്തുകാർക്ക് ഈ പ്ലാമൂട്ടിൽ എന്താ കാര്യം? ഇവിടെ ഉള്ളവരെയൊക്കെ ഒരുമിച്ചങ്ങ് തീർക്കാമെന്ന് കരുതി നിന്റെ അരയിൽ ആയുധവും തിരികൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അല്ല, ഈ ശവപ്പെട്ടിയുടെ അളവും തൂക്കവും ഒക്കെ എടുക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. എടാ, നിന്നോട് രണ്ട് വാക്ക് പറയാനായിട്ട് എനിക്ക് തോക്കൊന്നും വേണ്ടടാ. എന്റെ ഈ നാവ് മതി. ഓ, നിന്നോട് ഞാൻ ഇതിനു മുൻപും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. കളിക്കുമ്പോ നേരിട്ട് ഇങ്ങനെ മുഖാമുഖം നിന്ന് കളിക്കണം. ചതിയും വഞ്ചനയും ഒക്കെ നിന്റെ കൂടപ്പിറപ്പാണെന്നുള്ളത് എനിക്കറിയാം. എടാ, അതിൽ നിന്നൊക്കെ നീ എന്ന് മോചിതനാകുന്നു അന്നേ നിന്റെ ആയുസിന്റെ രേഖ നേരായ രീതിയിൽ സഞ്ചരിക്കൂ. ഇല്ലെങ്കില് അതില് വിള്ളലുകൾ വീഴും. പെടുമരണം എന്റെ കൈകൊണ്ട് തന്നെ വാങ്ങി നീ ഒടുങ്ങും. എന്റെ വീട്ടിൽ കയറുന്ന എന്നെ അപ്പനെ വേണ്ടി വിളിക്കുന്നോ? തീർക്കണോ നിന്നെ ഞാൻ? ഞാൻ നിന്നോട് ഒരു വട്ടം പറഞ്ഞു അവര് പറയട്ടെ എന്ന്. കാരണവന്മാർ ആട്ടമാടുമ്പോ അവരോടൊപ്പം ആട്ടമാടാൻ നീ ആയിട്ടില്ല. കുറച്ചുകൂടി നീ മൂക്കട്ടെ. എടാ മഹേന്ദ്ര, നിനക്ക് എവിടുന്നോ പണി കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഈ വീട്ടുമുറ്റത്ത് വന്ന് വെല്ലുവിളിക്കുന്നത് നിന്റെ തകർച്ചയായിട്ട് എനിക്ക് കാണാൻ പറ്റും. എടാ യോഹന്നാനെ, നീ കുറുക്കനാ, തന്ത്രശാലിയാ. അതെ, അത് അങ്ങനെ തന്നെയാ. പക്ഷേ അതൊന്നും ഈ മഹേന്ദ്രന്റെ അടുത്ത് വില പോയിട്ടില്ല. ഈ കാഹളം കോഹളം എന്നൊക്കെ പറയുന്നവനെ വെച്ച് നീ നന്നായിട്ട് അണ്ടർഗ്രൗണ്ട് പണി നടത്തുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് മര്യാദയുടെ ഭാഷയിൽ നിർത്താൻ പറയാനാ ഞാൻ വന്നത്. ഇനി എന്റെ കോർട്ടിലെങ്ങാനും നീ കേറി കളിച്ച നിന്റെ ഈ രണ്ട് പിള്ളേർക്കും അപ്പാന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന നിന്റെ കെട്ടിയോള് ഈ പ്രായത്തിൽ രണ്ടാമത് ഒന്നുകൂടെ കെട്ടേണ്ടി വരും. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. എന്റെ അമ്മയ്ക്ക് പറയുന്നോളൂ നീ. മാറിക്കണം. ഓരോന്ന് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അതും കേട്ടും മിണ്ടാതെ അവിടെ നിന്നോണം. അല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ കണ്ടിക്കും.